രാത്രി ഒറ്റയ്ക്ക് പൈലറ്റായിട്ട് ഇവിടെ വന്ന് കിടക്കുമ്പോ ആകപ്പാടുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ മാത്ര. അടുത്തതായി 128 യക്ഷഗാനം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള യക്ഷഗാനം റൗണ്ട്. പേടിക്കൂ പേടിക്കൂ പേടിച്ചുകൊണ്ടേയിരിക്കും. 128 യക്ഷഗാനെ ഇത് ഉറച്ചാലും കുഴപ്പമില്ല. ചായ വായ അവിടെ അല്ലല്ലോ, വായ ഇവിടെ അല്ലയോ. പോയാ ഇപ്പൊ എന്തിനാ തല്ലിയത്? തുടങ്ങുമ്പോ തന്നെ ചീയ തമാശ പറയുന്നോടാ. നീ ആരാ? പുഴക്കരയിൽ എൽദോ. പുഴക്കരയിൽ എന്തേലും ഇരിക്കട്ടാ. നീ ആരാടാ? എന്റെ പേരാണ് പറഞ്ഞത്, പുഴക്കരയിൽ എൽദോ. നീ എന്താടാ ഇവിടെ? സാറേ ഞാൻ ചായ ആയിട്ട് ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന ആളാന്ന്. ഓ ചായക്കടക്കാരൻ. മേടിച്ചു പോയി. എന്നൊക്കെ ടൈപ്പ് ചായ ഉണ്ട് സാറേ? വിത്ത് ചായ ഉണ്ട്, വിത്തൗട്ട് ചായ ഉണ്ട്. കുങ്കുമപ്പൊടി ഇട്ട ചായ ഉണ്ടോ? അയ്യോ ആ പരിപാടി ഞാൻ നിർത്തി. അതെന്നാ? കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ കുങ്കുമപ്പൊടി ഇട്ട ചായ വിൽക്കുമായിരുന്നു. അത് കുടിച്ചിട്ട് ഈ നാട്ടിലെ തെണ്ടുകൾ പറയുവാ എൽദോടെ ചായക്കകത്ത് മുഴുവൻ അറക്കപ്പൊടിയാണ്. അത്രയ്ക്ക് മണ്ടന്മാർ ഇവിടെ ഉള്ളവര്. അത്രയ്ക്ക് മണ്ടന്മാരാണ് ഈ നാട്ടിലുള്ളവര്. അപ്പൊ നീയോ? ഞാൻ വരുത്തനാ. ആണല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. കടിക്കാൻ എന്നാ ഉണ്ട്? കടിക്കാൻ അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടി കിടപ്പുണ്ട്. ഒരു തരത്തേലും ഇത് പഞ്ചിലേക്ക് കൊണ്ടുപോകത്തില്ലേടാ. അതാണോ ഞാൻ നിന്നോട് ചോദിച്ചത്? എന്നാ കഴിക്കാൻ ചെറുകടിയായിട്ട് എന്തുണ്ട്? ഓ കഴിക്കാൻ ചെറുകടിയായിട്ട് ചെറുകടി ഒന്നുമില്ല. എന്റെ പൊന്നു സാറേ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു വളർന്ന് വലുതാവുമ്പോ വലിയൊരു പോലീസുകാരനാവണമെന്ന്. നിനക്ക് നല്ല പൊക്കവും മണ്ണൊക്കെ ഉണ്ടല്ലോ, നിനക്ക് പോലീസുകാരനാവാൻ പാടില്ലേ? കഞ്ചാവ് വിറ്റ് നടക്കുന്നവനെ പോലീസ് ആക്കത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എടാ പത്തിരിപ്പാലം, നീ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നീ എന്നിട്ട് പോലീസ് ആകാൻ പറ്റിയെന്ന് പറഞ്ഞ് നടക്കുക അല്ലേടാ? സാർ അവസ്ഥ പറഞ്ഞതാ. അവസ്ഥ അല്ല പിന്നെ നിങ്ങൾ തന്നെ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ പൈലറ്റ് ആയിട്ട് വന്ന് കിടക്കുക. ഏത് വിമാനത്തിന്റെ? വിമാനത്തിന്റെ അല്ലെന്ന്. മന്ത്രി ഇപ്പൊ ഒരു മന്ത്രിനെ വഴി കാണിച്ചു കൊടുക്കണം. അതിന് ആ മന്ത്രിയെ വഴി കാണിച്ചു കൊടുക്കാം. മന്ത്രി തന്നെ മോട്ടുമോയിലോ ആ പറഞ്ഞ സാധനം ഒന്ന് ഈ ജീപ്പിന്റെ അടിയിട്ട് വെച്ചടാ. അതിനകത്ത് ഇങ്ങനെ കയറി എരച്ച അങ്ങനെ കയറി ഇഴക്കണ്ടങ്ങട്ട്. എന്റെ എനിക്ക് പേടിയായി പോയി. ഇല്ലായിരുന്നു ഇവനെ പറഞ്ഞു വിട്ടു. സാറേ ഞാൻ പോവാട്ടോ. അവിടെ നിൽക്കടാ, അവിടെ നിൽക്കും. എനിക്ക് ചായ വെക്കണ്ടേ? ഞാൻ ചായ മേടിച്ചു കുടിച്ചോളാം. അല്ല നിന്റെ വീട്ടിൽ ആരും ഇല്ലേ? സാറേ എന്റെ വീട്ടിലൊരു പാവപ്പെട്ട അച്ഛനുണ്ട്. കഷ്ടം. അച്ഛന് തന്മാത്ര സിനിമയിലെ മോഹൻലാലിന്റെ അസുഖ. ഓ ആനിമേഷൻ. പിന്നെ ഉള്ളത് അമ്മച്ചിയാ. അമ്മച്ചിയുടെ കാലെ ഈ ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു സംഭവം, വെബ് സീരീസ്. വെബ് സീരീസോ? എന്റെ ദൈവം, അത് വെരിക്കോസ്. അങ്ങനെ അത് പറയാതെ ഒരു ചായ തരാമോ? ഒരു ചായ തരാം. മാവേലിക്ക് ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ച നീയേ നേതാവ്. ജയിച്ചിട്ടുണ്ടോ 10ാം ക്ലാസ്? ജയിച്ചിട്ടില്ല. ഉപ്പുണ്ടോടോ നിനക്ക്? എന്നിട്ട് നീ പറഞ്ഞു കൊടുക്കണോടോ നീ തോറ്റിട്ടില്ലെന്ന്? ലക്ഷം പിന്നാലെ. നിന്റെ പുറകെ ഒരു പൂച്ച പോലും ഓടി വരുന്നില്ലല്ലോടാ ലക്ഷം എന്ന് പറഞ്ഞിട്ട്. അതെന്നെ സംഭവം അറിയാമോ? 12 കഴിഞ്ഞാൽ എന്റെ കൂടെയുള്ളവർ എല്ലാരും കിടന്ന് ഉറങ്ങും. പക്ഷെ കുഴപ്പമില്ല, നാളെ രാവിലെ ആകുമ്പോ ഈ പറഞ്ഞ ലക്ഷം എല്ലാം പുറകെ വരും. അല്ലേ? എന്നോട് ചോദിക്കാൻ താങ്കളാരാണ്? ഞാൻ ആരാണ്? നിങ്ങളാരാണ്? ഈ ജീപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് തന്നെ. എടാ ഞാൻ കക്കാർച്ചി വിൽക്കാൻ വന്ന മണിയമ്മ. 1 കിലോ കക്കാർച്ചി നിനക്ക് വേണോ? നിങ്ങൾ പോലീസല്ലേ? അപ്പൊ നിനക്ക് അറിയാലടാ ചെമ്പുട്ടായി ഞാൻ പോലീസാന്ന്. എന്നിട്ടാണോ നീ എന്നോട് ഇമാതിരി ചോദ്യം ചോദിക്കുന്നത്? അല്ല ഇതൊക്കെ പറയും. നീ ആരാ? ഞാൻ ഈ നാട്ടിലെ ഗർജിക്കുന്ന സിംഹം. പേര് പൊന്നൂട്ടൻ. അയ്യോ, ഗർജിക്കുന്ന സിംഹത്തിന്റെ പേര് കേട്ടോ, പൊന്നൂട്ടൻ. പാകാകാത്ത ഷഡ്ഡിട്ട. നിനക്ക് ആശുപത്രി വല്ലതും പോണോ? എന്നാത്തിന്? അസ്വസ്ഥനാണെന്ന് പറഞ്ഞു. അയ്യോ അതല്ല, പിന്നെ ഈ നാട്ടിലെ ഭരണ സമിതികൾക്കെതിരെ ഞാൻ അസ്വസ്ഥ. എന്റെ പൊന്നു സാറേ, ഈ ചെറുക്കന് ബുദ്ധിക്ക് 10 പൈസ കുറവുള്ളവനാ. എനിക്ക് അറിയാം. അറിയോ? നിന്റെ എന്റെ നാട്ടുകാരനാ. സാറിന് അറിയാവോ? വേനൽ മഴ പെയ്തില്ലെന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാരുടെ തന്തയ്ക്ക് വിളിച്ചാണ് ആറിയാണ്. സർ, മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. ഈ ക്യാമ്പുകളിൽ ആൾക്കാർക്ക് വേണ്ടത്ര സേഫ്റ്റി ഉണ്ടോ? കഴിക്കാൻ നല്ല ആഹാരമുണ്ടോ? എന്തിന് നമ്മുടെ സ്ത്രീകൾ കുളിക്കാൻ പോകുമ്പോൾ ഫലവന്മാരോടൊപ്പം എത്തി നോക്കുന്നു. അമ്മാതിരി വർത്താനം പറയരുത്. എടാ കഴിഞ്ഞ ദിവസം ആ ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരുത്തനും ഒട്ടും കൂടിയില്ല. അതിനവിടെ ഞാൻ ഇല്ലായിരുന്നല്ലോ. അല്ല അത് എന്റെ പഞ്ചായത്ത് അല്ലല്ലോ. സർ, ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഇതിനെല്ലാം വേണ്ടി ഞാനൊരു പദ്ധതി തയ്യാറാക്കി. ചക്കരയെ പുന്നാരെ കണ്ടുപിടിച്ച് പറയണം. ഒരു കുടുംബത്തിന് ഒരു ഹൗസ് ബോട്ട്. ഒരു ഹൗസ് ബോട്ട്. അതാകുമ്പോഴേക്ക് വെള്ളം പോകുമ്പോഴേക്ക് ഈ ഹൗസ് ബോട്ട് എങ്ങോട്ടെല്ലാം ഒഴുകി പോകും. വെള്ളം താഴുമ്പോൾ എവിടെ പോയി ഇടിച്ചു നിൽക്കും. അതാകുമ്പോൾ ആൾക്കാർക്ക് ഒരു പാർപ്പിടവുമായി, കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷനുമായി. എങ്ങനെയുണ്ട് എൽദോ അളിയ എന്റെ ഐഡിയ? തിന്നത്തരികിർത്താം. എവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചന്തയിൽ തബലടിക്കുന്നത്. എന്നെ പിന്നെ കളിയാക്കുന്ന നിന്നെ അങ്ങനെ കളിയാക്കാതിരിക്കും. നീ ഇപ്പൊ ഇവിടെ വന്ന എന്തിനാന്ന് പറയടാ? മന്ത്രിയെ കരിങ്കുടി കാണിക്കും. അപ്പൊ എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വേണ്ടി വന്നതാ അല്ലേ? എന്തിനാ മന്ത്രിയെ കരിങ്കുടി കാണിക്കുന്നത്? എന്തിനാ കാണിക്കാന്ന് ചോദിച്ചാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വരുന്ന മന്ത്രി ഏത് വകുപ്പാന്നറിയോ?
ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രി. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ഒന്ന് പറയായിരുന്നു. ഇത് തന്നെ 1000 തവണ എംബോസിഷൻ എഴുതിയിട്ട് ഞാൻ പറയുകയാണ്. ഇനിയാണത് ഒന്നുകൂടെ പറയാൻ വേണ്ടി. സാർ, ഈ ഭക്ഷ്യ വിഭവ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ആ. ഈ പുള്ളി നാടിന് വേണ്ടി എന്താണ് ചർച്ച ചെയ്യുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലേക്ക് ഞാൻ കയറി ചെന്നപ്പോ പ്രായമായ ഒരു അച്ഛൻ, ഒരു അമ്മ, 4 പെങ്ങന്മാര്. എന്തിനാ? ഇതിൽ തളർന്നു കിടക്കുന്ന അച്ഛൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ഒരിറ്റ് കഞ്ചി മേടിച്ചു. അങ്ങനെ പ്രശ്നം എന്തിനാ സാർ അറിയോ, അവർക്ക് വേണ്ടി ചോദിക്കാൻ ഈ നാട്ടിലൊരു പട്ടി പോലും ഇല്ല. ഇല്ലേ? ഞാൻ സിംഹല്ലേ? സാറേ, എന്തായാലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്ക്. എടാ, ആ വീട് എവിടെയാന്ന് പറ, അവർക്ക് ഞാൻ കഞ്ഞി മേടിച്ചു കൊടുക്കണ. ദിവാകരൻ മഷിന്റെ സാറേ, ദിവാരമാശി ഇവന്റെ അച്ഛനാ. ആ, നിന്റെ തന്തയാ? എന്റെ അച്ഛനാ. ആ പറഞ്ഞ നിന്റെ വീടാ? എന്റെ വീടാ. എന്നാ പിന്നെ നിനക്ക് പണിയെടുത്തവർക്ക് തിന്നാൻ കൊടുത്തോടാ. അപ്പൊ നാടിന് വേണ്ടി ആര് ഗർജിക്കും? സാറ് ഗർജിക്കുവോ? ഞാൻ ഗർജിക്കത്തൊന്നുമില്ല. ഫോൺ അടിക്കുന്നത്. അയ്യോ, മന്ത്രി വളവിന്റെ അവിടെ എത്തിയാ? എത്തിയാ? കരിപിടി കാണിക്കില്ലേ? കരിപിടി കാണിക്കില്ലേ? കരിപിടി കാണിക്കില്ലേ? മന്ത്രി വരുമ്പോ കാണിക്കും. അല്ല പിന്നെ കുറെ നേരമായില്ല സാറേ. ഒന്ന് കളഞ്ഞോടാ. അല്ല പിന്നെ സാറ് ഇവിടെ കിടന്ന് വളവള പറയുന്നത് അവൻ എന്നൊക്കെയാ കാണിക്കുന്നത്? അപ്പൊ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? സാറ് ഈ വടിയൊന്ന് പിടിച്ചേ. എന്തിനാ അവനെ കൊന്നേ? ഞാനോ? അതെ, ഞാൻ കൊന്നു. വന്ന് കേറിയപ്പോ തൊട്ട് ഓങ്ങി വെച്ചതാ സാറേ ഞാൻ ഇവനട്ടെ. ലാഹേൽ വക്കച്ച. എന്റെ ഈ കൈ കണ്ടോ നീ? കൈ കണ്ടല്ലോ. കൊന്നും കൊടുത്തും ഹിംസിച്ചും പട്ടുപോയ ഈ പടുവാബിയുടെ കൈകൾക്ക് ഈ മഹാസവിധത്തിൽ ഒന്ന് തൊട്ടു തൊഴാൻ പോലും അർഹതയില്ലെന്ന് അറിയാം സക്കീർ ഹുസൈന്. പക്ഷെ ഒന്നുകൂടെ അറിയാം സക്കീർ ഹുസൈന്, ഈ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. ഞാനിപ്പോ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. എടാ, പട്ടയത്തിന് പണിയെടുക്കാൻ നേരമില്ലാതെ ഇവന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടി അലറി നിലവിളിക്കുന്ന പാവങ്ങളുടെ കഷ്ടപ്പാടിന്ന് കൈട്ടളക്കാൻ ഇവനൊന്നും ഞാൻ സമ്മതിക്കത്തില്ലടാ. ഈ സക്കീർ ഹുസൈൻ അതിനൊന്നും സമ്മതിക്കത്തില്ല. You are under arrest. അയ്യോ, എന്തിന്? ഒരുത്തനെ തല്ലിക്കൊന്നേച്ചി. അയ്യോ, ഞാൻ ഇന്ന് പ്രജ കളിക്കുന്നോടാ. അയ്യോ, അയ്യോ, മന്ത്രി 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 എന്റെ പ്രതിഷേധം നാടിന് വേണ്ടി ഗർജിക്കുന്ന സിംഗം പ്രതിഷേധിക്കും. സാറേ, ഇപ്പോഴേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നാളെ മുതലാടാ എനിക്ക് ഇനി സസ്പെൻഷൻ ആകാൻ പോകുന്നത്. സാറേ, ഒരു ചായ എടുക്കട്ടെ? ഓടാ.